ഡോക്ടർ പത്മനാഭൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ പത്മനാഭൻ, താങ്കൾ ഇത്തരം ആദ്യത്തെ ചോദ്യം, ഈ കോസ്മെറ്റോളജി സെൻ്ററുകളിൽ ഇത്തരം ചികിത്സ പറ്റുമോ എന്ന ചോദ്യമാണ്. എനിക്കത് പറയാൻ പറ്റുന്ന സാങ്കേതിക വൈദഗ്ധ്യമില്ല, എങ്കിലും ഈ മേഖലയുള്ള നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ആദ്യം ചോദ്യം ഉയരുന്നത്, പലപ്പോഴും ഈ കോസ്മെറ്റോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചില ചികിത്സകൾ പറ്റിയ പിഴവ്, അതുണ്ടാക്കിയ ജീവിതാവസ്ഥകളൊക്കെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ മുമ്പ് വാർത്തകൾ വന്നിട്ടുണ്ട്. താങ്കൾക്ക് ഈ കേസ് പരിചയമുണ്ടോ? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട്, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉയരുകയാണ്. ഈ കേസ്, ആ പരാതിക്കാരി ഉന്നയിച്ച വാദങ്ങളൊക്കെ താങ്കൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഡോക്ടർ പത്മനാഭൻ, താങ്കളുടെ മൈക്ക് മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? യെസ്, ഡോക്ടറിലേക്ക് വരാം. ഡോക്ടർ വരുൺ നമ്പ്യാർ, താങ്കൾ ലൈനിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. ഈ ഇത്തരം മൂക്കിൻ്റെ എല്ലിന് നിവർത്തുക, അങ്ങനെയുള്ള ചികിത്സകൾ സാധാരണ രീതിയിൽ, ഓക്കെ, ഡോക്ടർ വരുൺ നമ്പ്യാരിലേക്ക് വരാം. ഡോക്ടർ പത്മനാഭൻ നമുക്കിപ്പോൾ ഉണ്ട്. ഞാൻ ചോദിച്ച താങ്കൾ കേട്ടിരുന്നോ? ഈ കേസ് താങ്കൾ മുമ്പ് താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണോ? യെസ്, അതെ, ഞാൻ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ശരി, അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. അതിനു മുമ്പ് എന്നെ ഒരു സ്വയം ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ 30 കൊല്ലം ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിരിക്കുന്ന സിവിൽ സർജനായിട്ട് റിട്ടയർ ചെയ്ത് ഒരു ഓഫീസറാണ്. ഞാൻ അഡ്മിനിസ്ട്രേഷനിൽ ഇതിലെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഔദ്യോഗിക ഭാരവാഹിയായിരുന്നു. അതായത് ആന്റി കാക്വറി കമ്മിറ്റി, വ്യാജ ചികിത്സക്കെതിരായിട്ടുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കമ്മിറ്റീന്റെ സംസ്ഥാന ചെയർമാനായിരുന്നു. അപ്പോൾ ഈ ഇല്ലാത്ത ഡിഗ്രി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരായിട്ടുള്ള നടപടികൾ ഞാൻ എടുത്തില്ല. പിന്നെ മുൻ ശീലമുണ്ട്, മുൻ പരിചയമുണ്ട്. അതിന്റെ കാരണം ഞാൻ ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് അല്ലെങ്കിൽ ഡെന്റൽ കൗൺസിൽ ആക്ട്, ഈ ആക്ടായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ ആ ബേസിലാണ് ഞാൻ ഈ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത്. എനിക്ക് ആദ്യം ഈ ഡോക്ടർ വരുൺ നമ്പ്യാറിനെതിരായിട്ടുള്ള പരാതി എന്റെ അടുത്ത് എത്തിയത് കൽപ്പറ്റയിലുള്ള ഒരു മലപ്പുറത്തുള്ള ഒരു യുവതി കൊടുത്തിരിക്കുന്ന പരാതിയാണ് എന്റെ എത്തിയത്. അതിനെപ്പറ്റി അതിന്റെ നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഡോക്ടർ വരുൺ നമ്പ്യാർ എന്ന ഡെന്റിസ്റ്റിനെ എനിക്ക് നേരത്തെ തന്നെ അറിയാന്ന് പറഞ്ഞാൽ നേരിട്ട് അറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഓഫീസ് വേറെയായിരുന്നു. ഞാൻ കാഞ്ഞങ്ങാട് IMA പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസിന്റെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓഫീസിന്റെ തൊട്ട് താഴെ തന്നെ ഡോക്ടർ വരുൺ നമ്പ്യാർ പ്ലാസ്റ്റിക് സർജൻ എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കാലം. ഡോക്ടർ വരുൺ നമ്പ്യാർ കോസ്മെറ്റിക് ബാർ പ്ലാസ്റ്റിക് സർജൻ എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മെയിൻ ക്ലിനിക്ക് പയ്യന്നൂരാണ്, പയ്യന്നൂർ നാട്ടുകാരനാണ്. അതുകൂടാതെ വേറെ 5 or 6 സ്ഥലത്ത് കൂടി ഇയാൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് കോസ്മെറ്റിക് സർജൻ, കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജൻ, ഫേസ് സർജൻ എന്നുള്ള നിലയിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ VDS ആയാലും MDS ആയാലും ഇവര് ഡെന്റിസ്റ്റ് എന്നാണ് അറിയപ്പെടേണ്ടത്. അവരുടെ ക്ലിനിക്ക് അറിയപ്പെടുന്നത് ഡെന്റൽ ക്ലിനിക്ക് അല്ലെങ്കിൽ ഡെന്റൽ ഹോസ്പിറ്റൽ. അപ്പൊ അതിൽ തന്നെ ആദ്യം തന്നെ ഒരു മിസ്കോണ്ടക്ട്, അത് തെറ്റായിട്ടുള്ള ഒരു പരസ്യം വന്നു. അത് മെഡിക്കൽ എത്തിക്സ് അനുസരിച്ചിട്ട് ശരിയല്ല അത്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം വളരെ വളരെ വിശദമായിട്ട് ഈ ഡെന്റിസ്ട്രി, OFMS, ഓറോഫേഷ്യോ മാക്സിലോ സർജറിക്ക് അപ്പുറം ഒരുപാട് കാര്യങ്ങൾ, അതായത് ENT സർജൻസും പ്ലാസ്റ്റിക് സർജൻസും അങ്ങനെയുള്ള സർജന്മാരൊക്കെ ചെയ്യുന്ന മാതിരിയുള്ള ഡെർമറ്റോളജിസ്റ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് അദ്ദേഹം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളിൽ വെജൈനോപ്ലാസ്റ്റി എന്നുള്ള ഒരു ചികിത്സ ചെയ്യുന്നുണ്ടതിലാണ്. ഈ ഡെന്റൽ സർജനും ലേഡീസും വജൈനയും തമ്മിൽ എന്ത് ബന്ധമാണെന്നുള്ളത് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ മിനോക്സിഡൈൽ എന്നുള്ള മരുന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കഷണ്ടി മാറാനുള്ള ചികിത്സ, അതും ഡെന്റിസ്റ്റുമായിട്ട് എന്ത് ബന്ധമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം അവകാശപ്പെടുന്ന പോലെ ഞാൻ മെഡിക്കൽ നെഗ്ലിജൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ശുദ്ധ
പിന്നെ തെറ്റാണ്, നുണയാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അറിയാത്തൊരു കാര്യം പറ്റാത്തൊരു കാര്യം ചെയ്യുന്നത് തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് ആണത്. അറിയാത്തൊരു കാര്യം എന്ന് പറയാൻ കാരണം ഇദ്ദേഹം പാസ്സായത് MDS പാസ്സായത് 2015 ഈ 2015 ഇദ്ദേഹം പാസ്സായതിനു ശേഷം ഒരു മെഡിക്കൽ കൗൺസിലിന്റെ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഡെന്റൽ സർജൻസ് ഇതുപോലുള്ള പ്രൊസീജിയേഴ്സ് ഇദ്ദേഹം പറയുന്ന മാതിരി പിന്നെ മൂക്ക്, ചെവി, പിന്നെ ത്രെഡ് ലിഫ്റ്റിംഗ് അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് 17/5/2019 ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഈ ഡെന്റൽ സർജൻസിന്റെ അത് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയാലും അവരുടെ സിലബസിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് കരിക്കുലത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളില്ലാന്ന്. എങ്ങനെയുള്ള വിഷയങ്ങൾ? PRP, ഡെർമറ്റോളജിക്കൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് PRP, ലേസർ അബറേഷൻ, ഡെർമൽ ഫില്ലർ, കെമിക്കൽ പീലിംഗ്, ത്രെഡ് ലിഫ്റ്റിംഗ്, ഓർമ്മിക്കുക, ത്രെഡ് ലിഫ്റ്റിംഗ്, സ്കിൻ ടാഗ് റിമൂവൽ എന്നുള്ള കാര്യങ്ങളൊന്നും ഈ അണ്ടർ ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റ് കരിക്കുലത്തിൽ വരില്ല എന്ന് വളരെ വ്യക്തമായി. ഡോക്ടർ പത്മനാഭൻ, ഡോക്ടർ വരുൺ നമ്പ്യാർ തന്നെ ഇവിടെ നമുക്കൊപ്പം ലൈനിലുണ്ട്. ഡോക്ടർ വരുൺ നമ്പ്യാർ, താങ്കൾ കേട്ട് കാണുമല്ലോ, ഇതിനൊരു മറുപടി വേണല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷമാണ് 2023 ഇവർക്ക് ഈ വിഷയങ്ങളൊക്കെ പഠിക്കാന്നുള്ളൊരു സർക്കുലർ പിന്നെ ഇറങ്ങിയത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ക്വാളിഫിക്കേഷൻ ഇല്ല ആൾക്കാർ ആണെങ്കിൽ പോലും അവർ ചെയ്യുന്നതിൽ പിഴവ് വന്നു കഴിഞ്ഞാൽ അത് മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണത്. അല്ലാതെ എനിക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചത് മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല എന്ന് പറയുന്ന ന്യായം നിലനിൽക്കില്ല. ശരി, ഡോക്ടർ വരുൺ നമ്പ്യാർ. നമസ്കാരം പത്മനാഭൻ ഡോക്ടർ. നമസ്കാരമുണ്ട് സർ. എനിക്ക് ഡോക്ടറോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2007 ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ കരിക്കുലം പ്രകാരം ഒരു മാക്സിലോഫേഷ്യൽ സർജൻ, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ, MDS കഴിഞ്ഞ മാക്സിലോഫേഷ്യൽ സർജന് ക്രേനിയോ മാക്സിലോഫേഷ്യൽ റീജൻ കഴുത്തിന്റെ മുകളിലുള്ള 7 മുത്തി ബന്ധമായിട്ടുള്ള മൂക്കിന്റെ സർജറി, താടിയലിന്റെ സർജറി, മുഖത്തിന്റെ ഫ്ലാപ്പ്, ക്യാൻസർ സർജറീസ്, ഇതൊക്കെ ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി വിഭാഗമാണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. പിന്നെ സാറ് പറഞ്ഞു 2016 ശേഷമാണ് വന്നത്. അത് ശുദ്ധമായിട്ടുള്ള അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. 2007 ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഗവൺമെന്റ് DCIയുടെ കരിക്കുലത്തിൽ തന്നെ ക്രേനിയോ മാക്സിലോഫേഷ്യൽ റീജിയനിലുള്ള എല്ലാ ഫേഷ്യൽ കോസ്മെറ്റിക് സർജറീസും ചെയ്യാൻ പ്രാപ്തനാണ് ഒരു MDS മാക്സിലോഫേഷ്യൽ സർജൻ. അല്ലാതെ ഒരു ഡെന്റിസ്റ്റ് അല്ല, ഒരു MDS കഴിഞ്ഞ ഒരു മാക്സിലോഫേഷ്യൽ സർജൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് സാർ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, വെജൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വെജൈനോപ്ലാസ്റ്റി എന്നല്ല, PRP, അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, PRP ഇഞ്ചക്ഷൻ വെജൈനയിൽ ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ച് വെസ്റ്റേൺ കൺട്രികളിൽ ഇങ്ങനെ ഒരു ചികിത്സ നടക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഇൻഫോർമേഷൻ ആണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോയിൽ. അതിന്റെ അവസാന വാചകവും ഇത് തന്നെയാണ്, ഇത് ചെയ്യേണ്ടത് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റ് ആണ് എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഒരു സ്ഥലത്ത് പോലും ഇത് ഞാൻ ചെയ്യണം എന്നുള്ള ഞാൻ ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഞാൻ എവിടെയും, അതായത് ഇതേ പറഞ്ഞ ഈ പത്മനാഭൻ ഡോക്ടർ സഹായത്തോടെ ഒരു ലൈബ്രേറ്റ് എന്നൊരു സോഷ്യൽ മീഡിയ സെർച്ച് എഞ്ചിന്റെ ഒരു പേപ്പർ എടുത്തിട്ട് എനിക്കെതിരെ ഒരു പരാതി വന്നിരുന്നു. അതായത് ഡോക്ടർ വരുൺ നമ്പ്യാർ ഒരു സെർച്ച് എഞ്ചിൻ മെഷീനാണ്. ഇതിനെതിരെ FIR ഇട്ടിട്ട് ഈ പറയുന്ന സൈബർ സെല്ല് ഇതെടുത്ത് അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇതിൽ തീർത്തും ഞാൻ നിരപരാധിയാണ്. കാരണം ഒരു സ്ഥലത്ത് പോലും ഞാൻ എല്ലായിടത്തും ഞാൻ എഴുതുന്നത് ഡോക്ടർ വരുൺ നമ്പ്യാർ മാക്സിലോഫേഷ്യൽ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ആണ് എന്നുള്ളതാണ്. പിന്നെ ഡോക്ടർ വരുൺ നമ്പ്യാർ, നിങ്ങളുടെ രണ്ടുപേരുടെയും വാദം കേട്ട് കഴിഞ്ഞു. ഇതിൽ സാഹചര്യം ഉണ്ടാവട്ടെ, പരിഹാരം ഉണ്ടാവട്ടെ എന്ന് കരുതുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.